ഹലോ ഓൾ, ഇന്നൊരു ട്രൈപോഡ് സ്റ്റോറി ആയാലോ? കോണ്ടൻസ് ഒക്കെ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ട്രൈപോഡ് കുറച്ച് അത്യാവശ്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ആംഗിളിലൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ ട്രൈപോഡ് നല്ല പോലെ വേണം. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡ്സ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ചെയ്ത ഈ ട്രൈപോഡ് എന്നെ കണ്ണിപ്പെട്ടത്. ഇത് ആക്ച്വലി സെൽഫി സ്റ്റിക്ക് ആണ്, പക്ഷെ നമുക്ക് ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം. എല്ലാവരും നല്ല റിവ്യൂ ആണ് കേട്ടോ ഇതിന് പറയാറ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കിടന്ന് ആടും. ചിലപ്പോൾ നമ്മൾ ചെരിച്ചൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ കിടന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെന്നില്ല, കിടന്ന് ആടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനൊന്ന് സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ഒടിഞ്ഞും പോയി. അതുകൊണ്ട് ഇത് മാറ്റി വേറൊരു ട്രൈപോഡിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ സാധനം എൻ്റെ കണ്ണിപ്പെട്ടത്. പക്ഷെ അതിന് 900 റുപ്പീസ് ആയതുകൊണ്ട് അതിൻ്റെ അഫോർഡബിൾ വേർഷനായ ഇതിനെ ഞാൻ വാങ്ങിച്ചു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഞാൻ പറയാം. കാരണം ഈ സാധനം അഫോർഡബിൾ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഫോൺ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇതൊന്നല്ലായിരുന്നു. ഇതിനാണെങ്കിൽ റിട്ടേൺ ഇല്ലായിരുന്നു. പിന്നെ കസ്റ്റമർ കെയർ ആയിട്ടൊക്കെ ഇതിൻ്റെയൊക്കെ റിട്ടേൺ ഞാൻ ഇങ്ങനെയോ സംഘടിപ്പിച്ചു. പിന്നെ കുറേ ട്രൈപോഡ്സ് നോക്കിയെങ്കിലും എൻ്റെ റിക്വയർമെൻറ്റ്സിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ 900ൻ്റെ ട്രൈപോഡ് തന്നെ എടുത്തു. ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുറേ യുദ്ധങ്ങൾക്ക് ശേഷം എനിക്ക് പറ്റിയൊരു ട്രൈപോഡ് തന്നെ കിട്ടി.